വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കർക്കിടക കഞ്ഞി തയ്യാറാക്കാം. ഇതിന് മരുന്നൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം മാത്രം മതി ആരോഗ്യം നന്നാക്കാൻ. കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ എളുപ്പത്തിൽ ദഹിക്കും, ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഉലുവക്കഞ്ഞി തയ്യാറാക്കാനായി രാത്രി ഒരു പിടി ഉലുവയും ഒരു പിടി മുതിരയും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. രാവിലെ അതെടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുതിര ഇട്ട് കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ ഒന്നും കൂടെ കഴുകി ഇട്ട് കൊടുക്കണം. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉണക്കലരി, 1/2 ടീസ്പൂൺ കൊത്തമല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ പാകത്തിന് വെന്ത് കിട്ടും. ഉലുവയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുടി സംരക്ഷണത്തിനും മുഖ സൗന്ദര്യത്തിനും തടി കുറക്കുന്നതിനും പ്രമേഹം കുറയാനും ഒരുപാട് സഹായിക്കും. മലബന്ധം മാറാനും മുടി വളരാനും താരൻ മാറാനും വളരെ നല്ലതാണ്. ഇനി ഇത് കുക്കർ തണുത്ത ശേഷം തുറന്നു. വെള്ളം പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും, ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാല് ചേർത്ത് കൊടുക്കണം. പശുവും പാല് ചേർത്ത് കൊടുക്കുക, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അരമുറി തേങ്ങ അരച്ചിട്ടും ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാല് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് അരമുറി തേങ്ങ ചിരകിയ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വിചാരിച്ചാൽ ചേർത്ത് കൊടുക്കുക, പാല് അല്ലെങ്കിൽ തേങ്ങ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 4-5 ചെറിയുള്ളിയും 2 ടേബിൾ സ്പൂൺ എള്ളും കുറച്ച് കറുത്ത മുന്തിരിയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. എള്ളിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസ്, ഒമേഗ 6, ഇരുമ്പ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോള് കുറയാനും BP കുറയാനും എല്ല് തേയ്മാനം കുറയാനും ഒക്കെ ഒരുപാട് അയൺ, കാൽസ്യം, കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വന്നു. ഇനി വറവ് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിൽ ശർക്കര വേണ്ടവർക്ക് കുറച്ച് ശർക്കര ചേർത്ത് ഒന്ന് എടുക്കുക. കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും. ഉലുവ ചേർത്തുകൊണ്ട് തന്നെ കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല. ഉലുവക്കഞ്ഞി ആയതുകൊണ്ട് ഉലുവേൻ്റെ കയ്പ്പൊന്നും അറിയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവർ മധുരം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഷുഗർ ഉള്ളവർ മധുരം ചേർക്കാതെ ഇതുപോലെ കഴിക്കുന്നതാണ് നല്ലത്. ഒട്ടും കയ്പ്പൊന്നും ഇല്ലാത്ത ഉലുവക്കഞ്ഞി റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം. 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിക്കണം, എന്നാലേ ഇതിൻ്റെ ഗുണം കിട്ടും. കർക്കിടക കഞ്ഞിയുടെ കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കർക്കിടക മരുന്നിൻ്റെ എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടും. ഒന്ന് കണ്ടു നോക്കണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.